അച്ഛൻ്റെ സ്മൃതി കുടീരത്തിൽ ഇത്തരത്തിലൊരു വൈകാരികത എന്നെ സംബന്ധിച്ച് പെട്ടെന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു ഇലക്ഷൻ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ മണ്ഡലത്തിലായാലും വടകര മണ്ഡലത്തിലായാലും കാസർഗോഡ് മണ്ഡലത്തിലായാലും ഒരു നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റ് രൂപപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് സഖാക്കളുടെ ഇടയിൽ ഒരു ഇലക്ഷൻ പ്രവർത്തനത്തിൽ നിന്നും ഇലക്ഷൻ പ്രവർത്തനത്തെ വഴിതിരിച്ച് വിടുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തൊരു കാര്യമായിട്ട് തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ രീതിയിൽ കാണുന്നുള്ളത്. പേഴ്സണലി പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ വൈകാരികതയോടുകൂടി തന്നെ പ്രതികരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടിയും അത് അത്തരത്തിലല്ല പ്രതികരിക്കേണ്ടത് എന്ന് ഉള്ളൊരു രാഷ്ട്രീയ ബോധം ഉള്ളത് കൊണ്ട് സഖാക്കളുടെ ആ വൈകാരികതയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോഴും രാഷ്ട്രീയമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. നമ്മൾ ഒരു വികാരത്തിന് അടിമപ്പെട്ട് പോകാതെ എല്ലാവരും കരുത്തുള്ള പാർട്ടിക്ക് മാത്രമേ ആത്മസംയമനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പാടുള്ളൂ പറ്റുള്ളൂ എന്നുള്ളതാണ് അച്ഛൻ എപ്പോഴും പറയാറ്. നല്ല കരുത്തുള്ള പാർട്ടിക്ക് മാത്രമേ ആത്മസംയമനത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നത് ആണ് കോടിയേരി എപ്പോഴും പറയാറുള്ളത്. അപ്പം സഖാക്കളെല്ലാം ആ ഒരു അർത്ഥത്തിൽ തന്നെ അത് എടുക്കുക. നമ്മുടെ മുന്നിലോട്ടുള്ളത് രാഷ്ട്രീയ പ്രവർത്തനവും ഒരു രാഷ്ട്രീയ വിജയവുമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. അപ്പം ഇതിനെല്ലാമുള്ള മറുപടി നമ്മൾ കൊടുക്കേണ്ടത് ഇലക്ഷൻ വിജയത്തിലൂടെയാണ്. ആ വിജയത്തിലേക്കുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ പങ്കാളികളാകുക. നമ്മുടെ സഖാക്കളുടെ വൈകാരികത എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയ സഖാക്കളെ അവരെത്തരത്തിലാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം പെട്ടെന്ന് അവരെ അത്തരത്തിൽ നിന്നും ഒരു വൈകാരികതയിലേക്ക് ഉണർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം തന്നെയാണല്ലോ സ്വാഭാവികം. അങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെയല്ലേ കാണാനും പറ്റുള്ളൂ. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. അത് പൂർണ്ണമായും ഈ ഒരു സംഘർഷം ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തകരെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അമ്മ അറിഞ്ഞിട്ടുണ്ട്. അമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു വിഷമിച്ച് നിൽക്കുകയാണ്. അമ്മ ഇങ്ങോട്ടേക്ക് ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമ്മയെ കുറിച്ച് കൂടുതൽ വൈകാരികത ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. കണ്ടപ്പോൾ കരഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ളത്.